ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 10ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരാണ് ലെറ്റ്സ് ഷെയർ, അല്ലേ, പങ്കുവയ്ക്കാം. അപ്പോൾ ഒരു നമ്പർ ഓഫ് സാധനം, എന്തെങ്കിലും ഒരു സാധനം തുല്യമായിട്ട് എത്ര പേർക്ക് വീതിക്കാം, അങ്ങനെ എത്ര പേർക്ക് വീതിക്കുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും, അങ്ങനെയുള്ള ഒരു കണക്കുകളൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ലുഡോ ബോർഡിൻ്റെ ഒരു പാമ്പും കോണിയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് പാഠത്തിൽ അവസാന ഭാഗത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കാം. ഫസ്റ്റ് തന്നെ എന്താണ്? സ്റ്റാൻഡ് ടുഗദർ ഫ്രണ്ട്സ്, അല്ലേ, ഒത്തു നിൽക്കാം കൂട്ടരെ. ലെറ്റ്സ് പ്ലേ ദ ഗെയിം സ്റ്റാൻഡിങ് ടുഗദർ. നമുക്ക് ഒത്തു നിൽക്കാം കൂട്ടരെ എന്ന കളി കളിക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് കുട്ടികൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട് അല്ലേ. 20 ചിൽഡ്രൻ ഇൻ അജൽസ് ക്ലാസ് പ്ലേഡ് ദിസ് ഗെയിം. അജലിൻ്റെ ക്ലാസ്സിലെ 20 കുട്ടികളാണ് ഈ കളി കളിക്കുന്നത്. വെൻ ടോൾഡ് 5 ടുഗദർ, ഹൗ മെനി ഗ്രൂപ്പ്സ് വെർ ഫോംഡ്? 5 ചിൽഡ്രൻസ് ഉള്ള ഗ്രൂപ്പുകളായിട്ടാണ് കുട്ടികൾ തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഗ്രൂപ്പുകളാണെന്ന് എങ്ങനെ കണ്ടെത്താം? എത്ര 5 ഉണ്ട് 20യിൽ നോക്കുക. അപ്പോൾ 4 × 5 അല്ലേ 20? 4 × 5 20. അപ്പോൾ എത്ര ഗ്രൂപ്പുകളാകും? 4 ഗ്രൂപ്പാണ് അല്ലേ ആവുക. നെക്സ്റ്റ്, ഹൗ മെനി ഗ്രൂപ്പ്സ് വെർ ഫോംഡ് വെൻ ടോൾഡ് 4 ടുഗദർ. ഇനി 4 ചിൽഡ്രൻസ് ആണ് ഒരു ഗ്രൂപ്പ് എന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? അപ്പോൾ നേരെ തിരിച്ചില്ലേ, 20യിൽ എത്ര 4 ഉണ്ട് നോക്ക്. എത്ര 4 ആണ്? 5 × 4 20. അപ്പോൾ 5 ഗ്രൂപ്പുകൾ ഉണ്ടാവും. 4 ചിൽഡ്രൻസ് ഉള്ള 5 ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. ഇനി ഹൗ മെനി ഗ്രൂപ്പ്സ് ഓഫ് 2 ഈച്ച്. ഇനി 2 പേര് വീതമുള്ള 2 ചിൽഡ്രൻസ് ഉള്ള ഗ്രൂപ്പുകളായാലോ? ഓരോ ഗ്രൂപ്പിലും 2 ചിൽഡ്രൻസ് ആണുള്ളത്. അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? അപ്പോൾ എത്ര 2 ആണ് 20 എന്ന് നോക്കുക. എത്ര 2 ആണ്? 10 × 2 ആണ് 20. അപ്പോൾ 10 ഗ്രൂപ്പ്സ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ ഗേവ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്? ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ആയത് ഏത് സംഖ്യ പറഞ്ഞപ്പോഴാണ്? കുറവ് സംഖ്യ പറയുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഉണ്ടാവുക. ഏതാണ്? 2 എന്ന നമ്പർ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ എത്ര ഗ്രൂപ്പാണ്? ഹൗ മെനി ഗ്രൂപ്പ്സ്? 10 ഗ്രൂപ്പ്സ് ആണ് അല്ലേ. വെൻ ടോൾഡ് 10 ടുഗദർ. ഇനി 10 എന്നാണ് പറയുന്നതെങ്കിലോ, ഒരു ഗ്രൂപ്പിൽ 10 ആളാണെന്ന് പറയുകയാണെങ്കിലോ, അപ്പോൾ എത്ര 10 ഉണ്ട് 20യിൽ നോക്കുക. എത്ര 10 ആണ്? 2 10 ആണ് 20. അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 10 ചിൽഡ്രൻസ് ഉള്ള എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 2 ഗ്രൂപ്പാണ് അല്ലേ. അപ്പം നമുക്ക് ഇപ്പോൾ എഴുതിയത് തന്നെ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് എഴുതണം, പട്ടികയിലാക്കി എഴുതണം കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിലും എത്ര കുട്ടികളുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ എത്ര നമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്, എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20 ആണ്. 5 ചിൽഡ്രൻസ് ആണ് ഒരു ഗ്രൂപ്പിലെങ്കിൽ 4 ഗ്രൂപ്പാണുള്ളത്. പിന്നെ 20 തന്നെ 5 ഗ്രൂപ്പ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ചിൽഡ്രൻസ് ആയിരിക്കും ഒരു ഗ്രൂപ്പിൽ? 4 ആണ്. പിന്നെ 20യിൽ എങ്ങനെയാണ്? ഒരു ഗ്രൂപ്പിൽ 2 കുട്ടികൾ വീതമാണുള്ളത്. അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 10 ഗ്രൂപ്പാണ് അല്ലേ. പിന്നെ ഇവിടെ തന്നിട്ടില്ല, അപ്പോൾ നമുക്കത് തിരിച്ചെഴുതാം. ഒരു ഗ്രൂപ്പിൽ 10 കുട്ടികളുണ്ടെങ്കിൽ 2 ഗ്രൂപ്പാണുള്ളത്. നെക്സ്റ്റ്, സ്വീറ്റ് മാംഗോസ്, ചക്കരമാവ്. സീ ദ മാംഗോ ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. സ്കൂൾ മുറ്റത്തെ ചക്കരമാവ് കണ്ടില്ലേ? എ ലോട്ട് ഓഫ് മാംഗോസ് ഫെൽ ഡൗൺ വെൻ എ സ്ട്രോങ് വിൻഡ് ബ്ലൂ. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ള കാറ്റ് വന്നപ്പോൾ എന്താണ്? ധാരാളം മാങ്ങകൾ താഴെ വീണു. അജൽ ആൻഡ് ഫ്രണ്ട്സ് പിക്ക്ഡ് ദം അപ്പ്. അജലും കൂട്ടുകാരും മാങ്ങകളൊക്കെ പെറുക്കിയെടുത്തു. അപ്പോൾ എത്ര പഴുത്ത മാങ്ങയുണ്ട്? റൈപ്പ് മാംഗോസ് എത്രയുണ്ട്? 16 ആണ്. പിന്നെ റോ മാംഗോസ്, പച്ചമാങ്ങ 28 ആണ്. ടെൻഡർ മാംഗോസ് അല്ലേ, കണ്ണിമാങ്ങ 36 ആണ്. അപ്പോൾ അജൽസ് സ്കൂൾ ഹാസ് 4 ക്ലാസ്സസ്. അജലിൻ്റെ സ്കൂളിൽ 4 ക്ലാസ്സുകളാണ് ഉള്ളത്. They shared the ripe and unripe mangoes equally between the 4 classes. അല്ലേ, പഴുത്ത മാങ്ങകളും പച്ചമാങ്ങകളും 4 ക്ലാസ്സിലേക്കും തുല്യമായിട്ട് കൊടുത്തു. Divide the ripe mangoes into groups and color them. അപ്പോൾ നമുക്ക് റൈപ്പ് മാംഗോസ് എന്ത് ചെയ്യണം?
ഗ്രൂപ്പ്സ് ആക്കണം അല്ലേ? എത്ര ഗ്രൂപ്പാണുള്ളത്? എത്ര ക്ലാസ് ഉണ്ട്? 4 ക്ലാസ് ആണുള്ളത്. അപ്പോൾ 4 ഗ്രൂപ്പ്സ് ആക്കണം. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും എത്ര ഉണ്ടെന്ന് എങ്ങനെയാണ് നോക്കുക? 16ൽ എത്ര 4 ഉണ്ട് നോക്കുക അല്ലേ? എത്ര 4 ആണ് 16 എന്ന് നോക്കുക. എത്ര 4 ആണ്? 4 × 4 ആണ് 16. അപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് 4 റൈപ്പ് മാംഗോസ് ആണ് കിട്ടുക. ഇനി പിന്നെ പച്ചമാങ്ങ അൺറൈപ്പ് മാംഗോസ് നമ്മൾ വീതിച്ചാലോ 28 ആണ് ഉള്ളത്. 28 എത്ര 4 ആണ് 28 നോക്കുക. എത്ര 4 ആണ്? ഇതൊക്കെ മക്കൾക്ക് കിട്ടണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ എത്ര 4 ആണ്? 7 4 ആണ് 28 അല്ലേ? 7 × 4 ആണ് 28. അപ്പോൾ ഒരു ക്ലാസ്സിൽ 7 ആണ് ഉണ്ടാവുക. അപ്പോൾ താഴെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹൗ മെനി ഇൻ ദിസ് ഗ്രൂപ്പ്? ഈ കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം ഉള്ളത്? 4 ആണ്. പിന്നെ 28 ഉള്ളതോ? ഹൗ മെനി ഇൻ ദിസ് ഗ്രൂപ്പ്? ഒരു കൂട്ടത്തിൽ 7 ആണ്. ഇനി അജൽ ആൻഡ് ഹിസ് 5 ഫ്രണ്ട്സ് ഷെയർഡ് ദ ടെൻഡർ മാംഗോസ്. ഡിവൈഡ് ദ ടെൻഡർ മാംഗോസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് കളർ ദം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ണിമാങ്ങകൾ അജലും 5 കൂട്ടുകാരും കൂടെ വീതിച്ചെടുത്തു. അപ്പോൾ എത്ര ആളായി? അജലും പിന്നെ 5 കൂട്ടുകാരുണ്ട്, 5 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ എത്ര ആളായി? 6 ആയി. കണ്ണിമാങ്ങകൾ കൂട്ടങ്ങളാക്കൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടെൻഡർ മാംഗോസ് ഗ്രൂപ്പ്സ് ആക്കണം. അപ്പോൾ 6 നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. ടെൻഡർ മാംഗോസ് 36 ആണ്. അപ്പോൾ എത്ര 6 ആണ് 36 നോക്കുക. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക. എത്ര 6 ആണ്? 6 × 6 ആണ് 36. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും അല്ലേ, ഒരു ഗ്രൂപ്പിൽ 6 ആണ് ഉണ്ടാവുക നമ്പർ. എത്ര നമ്പർ ഓഫ് ഗ്രൂപ്പ് ഉണ്ട്? 6 ഗ്രൂപ്പാണ് ഉണ്ടാവുക. 6 നമ്പേഴ്സാണ് ഓരോ ഗ്രൂപ്പിലും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മാങ്ങ വരച്ചിട്ട് മാംഗോസ് വരച്ചിട്ട് കളറ് കൊടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പാക്കിയിട്ട് അങ്ങനെ കളറ് കൊടുക്കുക കേട്ടോ. അടുത്തത് മഞ്ചാടി ഗെയിമാണ്. അജൽ ആൻഡ് ഫ്രണ്ട്സ് ആർ കളക്ടിങ് മഞ്ചാടി സീഡ്സ് ഫോർ ദെയർ മാത്ത് ബോക്സസ് ഫ്രം അണ്ടർ ദ മഞ്ചാടി ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. അതായത് കണക്ക് പെട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ചാടികൾ പെറുക്കുന്നതിനായിട്ട് അജലും കൂട്ടുകാരും സ്കൂൾ മുറ്റത്തെ മഞ്ചാടി മരത്തിനരികിലെത്തി. അപ്പോൾ ഒരു കുട്ടി എന്താ പറയുന്നത്? ഐ ഗോട്ട് 12 അല്ലേ? എനിക്ക് 12 നമ്പർ കിട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെയോ ലെറ്റ് ഷെയർ ഇക്വലി. അപ്പം നമുക്ക് ഒരേപോലെ വീതിച്ചാലോ എന്ന് മറ്റേ ആൾ ചോദിക്കുകയാണ്. അപ്പോൾ 12 മഞ്ചാടിയാണ് കിട്ടിയിട്ടുള്ളത്. there are 12 സീഡ്സ് ഇൻ ദ ബൗൾ. അപ്പോൾ ആ ഒരു ബൗളിൽ 12 സീഡ്സ് ഉണ്ട്. അഭിനയ ഗേവ് 1 സീഡ് ടു ഈച്ച്. അഭിനയ എന്ത് ചെയ്തു? ഓരോ മഞ്ചാടി വീതം 1 വെച്ചിട്ട് ഓരോരുത്തർക്കും കൊടുത്തു. 1 സീഡ് ഈച്ച് റിമൈനിങ് സീഡ്സ് 12 - 4 = 8 ആണ് അല്ലേ? 12ൽ നിന്ന് 1 വെച്ച് 4 പേർക്കും കൊടുത്തപ്പോൾ ബാക്കി എത്രയാണ്? 8 ആണ്. പിന്നെ 2 സീഡ്സ് ഈച്ച് റിമൈനിങ് സീഡ്സ്. അപ്പോൾ ഓരോ സീഡ്സും കൂടെ കൊടുത്തപ്പോൾ 8ൽ നിന്നും വീണ്ടും 4 പോയില്ലേ? അപ്പോൾ 4 ആണ്. 3 സീഡ്സ് ഈച്ച് റിമൈനിങ് സീഡ്സ് 4. എത്രയാ? 4 - 4 0 ആണ് അല്ലേ? പിന്നെ മൂന്നാമതും 4 ഓരോരുത്തർക്കും 1 വെച്ച് കൊടുത്തപ്പോൾ എത്രയായി? മൂന്നാമത്തെ 4ഉം കഴിഞ്ഞു. അപ്പോൾ എത്ര 4 ആണ്? എത്ര നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഓരോരുത്തർക്ക്? 3 ആണല്ലേ? 3 റൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് ആകെ ഉണ്ടായിരുന്ന മഞ്ചാടി 12 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് 4 ആണ്. ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ്? ഒരാൾക്ക് എത്ര കിട്ടി? 3 ആണ്. അങ്ങനെ പറഞ്ഞാൽ 3 × 4 ആണ് 12 അല്ലേ? 12ൽ 3 4 ആണ് ഉള്ളത്. ഇഫ് 12 മഞ്ചാടി സീഡ്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 ചിൽഡ്രൻ ഈച്ച് വിൽ ഗെറ്റ് 3 മഞ്ചാടി സീഡ്സ് അല്ലേ? 12 മഞ്ചാടി 12 മഞ്ചാടി 4 പേർക്ക് തുല്യമായിട്ട് വീതിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടും? 3 ആണ് കിട്ടുക. വാട്ട് ഇഫ് 12 സീഡ്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 3 ചിൽഡ്രൻസ്? ഇനി 12 മഞ്ചാടി അല്ലേ? 12 മഞ്ചാടി 3 കുട്ടികൾക്ക് 3 ചിൽഡ്രൻസിനാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ ഒരാൾക്ക് എത്രയാ കിട്ടുക? ആഫ്റ്റർ 1 റൗണ്ട് റിമൈനിങ് സീഡ്സ് എത്രയാവും? 12ൽ നിന്ന് 3 എണ്ണം പോകും, 3 പോകും അല്ലേ? അപ്പം 9 ആയി. പിന്നെ ആഫ്റ്റർ 2 റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് കൊടുക്കുമ്പോൾ ഒരു 3 കൂടെ കുറയും. 9 - 3 6 ആകും.
പിന്നെ ആഫ്റ്റർ 3 റൗണ്ട്സ് എത്രയാവും? 6 - 3 3 ആകും. പിന്നെ ആഫ്റ്റർ 4 റൗണ്ട്സ് 3 - 3 0 ആവും. അപ്പോൾ എത്ര റൗണ്ട് കിട്ടും? 4 അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് 12 ആണ്. എമംഗ് ഹൗ മെനി ചിൽഡ്രൻ വേർ ദേ ഡിവൈഡഡ്? എത്ര പേർക്കാണ് വീതിച്ചത്? 3 ആണ്. ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ്? ഒരാൾക്ക് കിട്ടിയത് 4 ആണ്. അപ്പോൾ 4 × 3 ആണ് 12. വാട്ട് ഇഫ് 12 സീഡ്സ് ആർ ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 2 ചിൽഡ്രൻ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 12 മഞ്ചാടി 2 ചിൽഡ്രൻസിന് തുല്യമായിട്ട് വീതിച്ചാലോ? ആഫ്റ്റർ 1 റൗണ്ട് റിമൈനിങ് സീഡ്സ് അല്ലേ, ഒരു തവണ കൊടുത്തപ്പോൾ ബാക്കി വന്നത് എത്രയാണ്? 12 - 2 = 10 ആണ് അല്ലേ? ആഫ്റ്റർ 2 റൗണ്ട്സ് ദ റിമൈനിങ് സീഡ്സ് അല്ലേ, രണ്ടാമത്തെ റൗണ്ടിലോ 10 - 2 = 8. ആഫ്റ്റർ 3 റൗണ്ട്സ് ദ റിമൈനിങ് സീഡ്സ്, പിന്നെ 8ൽ നിന്നും വീണ്ടും 2 കുറയ്ക്കണം അല്ലേ, അപ്പോൾ എത്രയാണ്? 6 ആണ്. ആഫ്റ്റർ 4 റൗണ്ട്സ് ദ റിമൈനിങ് സീഡ്സ് എത്രയാണ്? 6ൽ നിന്നും 2 അല്ലേ, 1 1 വെച്ച് കൊടുക്കുമ്പോൾ വീണ്ടും 2 പോകുന്ന സമയത്ത് 4 ആണ്. പിന്നെ ആഫ്റ്റർ 5 റൗണ്ട്സ് ദ റിമൈനിങ് സീഡ്സ് എത്രയാണ്? 4 - 2 എത്രയാണ്? 2 ആണ്. പിന്നെയോ ആഫ്റ്റർ 6 റൗണ്ട്സ് ദ റിമൈനിങ് സീഡ്സ് 2 - 2 = 0. അപ്പോൾ നമുക്കൊരു 12 മിഠായി കിട്ടുകയാണ് അല്ലേ. 12 മിഠായി കിട്ടുമ്പോൾ നമ്മൾ 2 പേരാണെങ്കിൽ ഒന്നൊരാൾക്ക് കൊടുക്കുക, വീണ്ടും ഒന്നൊരാൾക്ക് കൊടുക്കുക അല്ലേ, അങ്ങനെ 1 2 അങ്ങനെ കൊടുത്ത് ഒരാൾക്ക് എത്ര കിട്ടുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ 1 റൗണ്ട്, 2nd റൗണ്ട്, 3rd റൗണ്ട്, അങ്ങനെ 1st 2nd ഒക്കെ കഴിഞ്ഞ് 6 റൗണ്ട് എത്തുമ്പോഴാണ് 0 ആവുന്നത്. ഒരാൾക്ക് 6 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് 12 ആണ്. ഡിവൈഡഡ് ബിറ്റ്വീൻ ഹൗ മെനി ചിൽഡ്രൻസ്? എത്ര പേർക്കാണ് വീതിച്ചത്? 2 ആണ്. ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ്? ഒരാൾക്ക് കിട്ടിയ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. അതായത് 6 × 2 ആണ് 12. നെക്സ്റ്റ്, വെൻ 12 സീഡ്സ് വേർ ഷെയർഡ് ബിറ്റ്വീൻ 2 ചിൽഡ്രൻ ഈച്ച് ഗോട്ട് 6 അല്ലേ. 12 മഞ്ചാടി 2 ചിൽഡ്രൻസിന് തുല്യമായി വീതിച്ചപ്പോൾ എത്ര കിട്ടി? ഒരാൾക്ക് 6 കിട്ടി. ഇഫ് 12 ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ ഗ്രൂപ്പ്സ് ഈച്ച് ഗ്രൂപ്പ് ഹാസ് 2. 4 ആയിട്ട് 4 കൂട്ടമാക്കിയപ്പോൾ 4 ഗ്രൂപ്പ്സ് ആക്കിയപ്പോൾ ഓരോ ഗ്രൂപ്പിനും എത്ര കിട്ടി? 3 കിട്ടി. ഇഫ് 12 ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ ഗ്രൂപ്പ്സ് ഹൗ മെനി വുഡ് ഈച്ച് ഗ്രൂപ്പ് ഹാവ്? അങ്ങനെ 12ന് ഒരേ എണ്ണമുള്ള 3 ഗ്രൂപ്പ്സ് ആക്കിയാൽ ഓരോ ഗ്രൂപ്പിലും എത്ര കിട്ടി? 4 കിട്ടി. ഇനി 12 സീഡ്സ് സ്പ്ലിറ്റ് ഇൻറ്റു 2 ഈക്വൽ ഗ്രൂപ്പ്സ്. ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, 12 സീഡ്സ് ആണുള്ളത് അല്ലേ, 12 മഞ്ചാടിയാണുള്ളത്. അതിനെ 2 ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ നേരെ പകുതിയാക്കാം. 2 ഗ്രൂപ്പ് ആക്കുകയാണ്, ഏതൊരു സംഖ്യയും 2 ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ അല്ലേ, 2 ഗ്രൂപ്പ്സ് ആക്കുകയാണെങ്കിൽ നേരെ ഹാഫാണ് ഉണ്ടാവുക. അപ്പോൾ 12ൻ്റെ പകുതി എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 6 ആണ് ഉണ്ടാവുക. 12 split into 2 equal groups, 6 in each group. 12 split into 2 equal parts, 6 in each parts അല്ലേ. തുല്യ ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 6 ആണ്. 12 divided into 2 each is 6. അപ്പം നമുക്ക് എന്ത് പറയാം? 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് 6 ആയിരിക്കും അല്ലേ. അപ്പോൾ ഏതൊരു സംഖ്യയെയും 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പകുതിയാണ് കിട്ടുക. വി ഓൾസോ സേ 12 ഡിവൈഡഡ് ബൈ 2 ഈസ് 6 അല്ലേ. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് എന്ന് പറയാം. പിന്നെ വി റൈറ്റ് ഇറ്റ് യൂസിങ് എ സിമ്പിൾ 12 ഡിവൈഡഡ് 2 ഈക്വൽ ടു 6 അല്ലേ. ഹരിക്കണം എന്നുള്ള ആ ഒരു ചിഹ്നമാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ അത് ബോക്സിലാക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ 12 മഞ്ചാടി തന്നെ 3 ഗ്രൂപ്പ്സ് ആക്കുകയാണെങ്കിൽ കണ്ടോ, ചിത്രത്തിൽ കണ്ടോ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എത്രയാണ്? 4 ആണ് അല്ലേ. ഇനി ഇഫ് 12 സീഡ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ ഗ്രൂപ്പ്സ്, 4 ഈച്ച് ഗ്രൂപ്പ് വുഡ് ഹാവ് 4. അപ്പോൾ 12നെ ഒരുപോലുള്ള 3 ഗ്രൂപ്പ്സ് ആക്കിയാൽ ഒരു ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിലും എത്ര ഉണ്ടാവും? 4 ആണല്ലേ. 3 × 4 അല്ലേ 12.
ദാറ്റ് ഈസ് ഡിവൈഡഡ് 12 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 4 അല്ലേ. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആണ് അല്ലേ. അതായത് 4 ഇൻറ്റു 3 അല്ലേ. 4 ഇൻറ്റു 3 അല്ലേ 12. അപ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് കിട്ടുക. ഇനിയോ 12 സീഡ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ ഗ്രൂപ്പ്സ് അല്ലേ. 4 ഈക്വൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ആക്കിയാലോ, ഒരുപോലുള്ള 4 ഗ്രൂപ്പുകളാക്കിയാലോ 12നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത്, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 ആണ് കിട്ടുക. 3 ഇൻറ്റു 4 ആണ് 12. അതുകൊണ്ട് തന്നെ 3 ആണ് കിട്ടുക. ഇനി 12 സീഡ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 6 ഈക്വൽ ഗ്രൂപ്പ്സ്, 6 കൂട്ടമാക്കുക ഒരേപോലുള്ള. അപ്പോൾ എത്രയാണ്? അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ. അതായത് 12 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 2. അതായത് 2 ഇൻറ്റു 6 ആണ് എന്ത് വരുന്നത്? 12 എന്ന് വരുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് തന്നെ ഈ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് എഴുതാനാണ്. ഫസ്റ്റ് ഇവൻറ്റ് സന്ദർഭം തന്നിട്ടുണ്ട്, മാത്ത് ഓപ്പറേഷനിലെ ഗണിത ക്രിയ തന്നിട്ടുണ്ട്, മാത്ത് ലാംഗ്വേജ് ഗണിത രൂപം തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഇവൻറ്റ് എന്താണ്? 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 2 ചിൽഡ്രൻസ്. 12 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. 12 ഡിവൈഡഡ് ബൈ 2, അതായത് 12 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ് അല്ലേ. ഇനി രണ്ടാമത്തെ ഇവൻറ്റ്, സെക്കൻഡ് ഇവൻറ്റ് എന്താണ്? 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 4 ചിൽഡ്രൻസ്. അപ്പോൾ 12 സീഡ്സ് 4 ചിൽഡ്രൻസിനാണ് വീതിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തെഴുതാം? മാത്ത് ഓപ്പറേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? 12 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. അപ്പോൾ മാത്ത് ലാംഗ്വേജിൽ എങ്ങനെ എഴുതാം? 12 ഡിവൈഡഡ് ബൈ 4 അല്ലേ. 12 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 3 ആണ്. ഇനി അടുത്തത് ഇവിടെ നമുക്ക് മാത്ത് ഓപ്പറേഷനാണ് തന്നിട്ടുള്ളത്. 12 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 3 ചിൽഡ്രൻസ്. നമുക്ക് മാത്ത് ലാംഗ്വേജിൽ എങ്ങനെ എഴുതാം? 12 ഡിവൈഡഡ് ബൈ 3 അല്ലേ. 12 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 4. ലാസ്റ്റ് നമുക്ക് എന്തെഴുതാം? 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 6 ചിൽഡ്രൻസ്. 12 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 6 ഈക്വൽ പാർട്സ്. 12 ഡിവൈഡഡ് ബൈ 6, 12 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 2 ആണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് വേറൊരു ടേബിളും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവൻറ്റ് തന്നിട്ടുണ്ട്, മാത്ത് ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, മാത്ത് ലാംഗ്വേജും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? 6 സ്വീറ്റ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 2 ചിൽഡ്രൻ അല്ലേ. 6 മിഠായി 2 പേർക്കാണ് വീതിക്കുന്നതെങ്കിൽ 6 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ് അല്ലേ. 6 എണ്ണത്തിന് ഒരേപോലെയുള്ള 2 കൂട്ടങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ 6നെ 2 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. 6 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 3 ആണ്. പിന്നെ 16 പെൻസിൽ ഷെയർഡ് ഈക്വലി എമംഗ് 4 ചിൽഡ്രൻസ്. അപ്പോൾ 16 പെൻസിലാണുള്ളത്, 4 ചിൽഡ്രൻസിനാണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 16 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. 16 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 16ൽ എത്ര 4 ഉണ്ട്? 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16ൽ എത്ര 4 ഉണ്ട്? 4 ഇൻറ്റു 4 ആണ് 16. അപ്പോൾ 4 ആണ് കിട്ടുക. പിന്നെ 18 പെൻസ് ഷെയർഡ് ഈക്വലി എമംഗ് 6 ചിൽഡ്രൻ. അപ്പോൾ 18 പെന്നുണ്ട്, 6 ചിൽഡ്രൻസിനാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മാത്ത് ഓപ്പറേഷൻ എങ്ങനെ എഴുതാം? 18 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 6 ഈക്വൽ പാർട്സ്. 18 ഡിവൈഡഡ് ബൈ 6, 18 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു എത്രയാണ്? 18ൽ എത്ര 6 ഉണ്ട്? 6 എത്രയാണ്? 6, 2 6 12, 3 6 എത്രയാണ്? 18 ആണ്. അപ്പോൾ 3 ഇൻറ്റു 6 18 ആണ്. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 3 ആണ്. ഇനി നമുക്കൊന്ന് എഴുതാം അല്ലേ. 15 ബോക്സ് ഷെയർഡ് ഈക്വലി എമംഗ് 3 ചിൽഡ്രൻ. 15 ബോക്സ് 3 ചിൽഡ്രൻസിന് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 15 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. 15 ഡിവൈഡഡ് ബൈ 3, 15 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? ഒരാൾക്ക് എത്ര കിട്ടും? 5 അല്ലേ. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ് മക്കൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.